السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى، وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. أولى لك فأولى ثم أولى لك فأولى. أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. أليس ذلك بقادر على أن يحيي الموتى. وقال نبينا محمد صلى الله عليه وسلم: لو تعلم البهائم ما يعلم ابن آدم من الموت ما أكلتم منها سمينا. كل امرئ مصبح في أهله والموت أدنى من شراك نعله. जिंदगी इंसान की है मानिंदे मुर्ए खुशनवा शाख पर बैठा कोई दम चहचहाया उड़ गया. സമാധരണീയരായ ഈ മഹത്തായ മതവിജ്ഞാന സദസ്സിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന എൻ്റെ ഉസ്താദ് കൂടെയായ ആദരണീയരായ ഉസ്താദ് അലി മൗലവി അവറുകളെ,
വേദിയിലുപവിട്ടരായ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന, അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനത്തിനായി യമനിൽ നിന്ന് കേരളക്കരയിലേക്ക് വന്ന മഹാനായ സയ്യിദ് അലവിയിൽ മംഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ നേതൃത്വത്തിൽ, ആത്മീയ ശിക്ഷണത്തിൽ അതിന് നേതൃത്വം നൽകുന്ന ദാറുൽ ഇസ്ലാമിക് അക്കാദമിയുടെ സമാധാനനായ ജനറൽ സെക്രട്ടറി ചമ്മുക്കൻ കുഞ്ഞാബു ഹാജി അവറുകളെ, വേദിയിലുപവിട്ടരായ ദാറുൽ ഇസ്ലാമിക് അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ്, ഒരുപാട് വർഷങ്ങളായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതൃത്വ നിരയിൽ സമൂഹത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന സമാദരണീയരായ ജിഫ്രി തങ്ങൾ അവറുകളെ, ദാറുൽ ഇസ്ലാമിക് അക്കാദമിയുടെ തുടക്കം മുതലേ ദാറുൽ ഭാഗങ്ങളായി ദാറുൽ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ഉപവിട്ടരായ ദാറുൽ ഇസ്ലാമിക് അക്കാദമിയുടെ കമ്മിറ്റി അംഗങ്ങളെ, ആദരണീയരായ എൻ്റെ പ്രിയങ്കരനായ ഉസ്താദ് യൂസുഫ് ഉസ്താദ് അവറുകളെ, മറ്റു ഉസ്താദുമാരെ, ദാറുൽ ഇസ്ലാമിക് അക്കാദമിയുടെ ഗുണകാംക്ഷികളായ, അതിൻ്റെ സഹായികളും അതിൻ്റെ പ്രവർത്തകരുമൊക്കെയായ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിനായി, പരിശുദ്ധമായ ദീനിൻ്റെ വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കുന്ന ഭാവിയിലെ ഈ വിശുദ്ധ മതത്തിൻ്റെ സംരക്ഷകരായി നിലകൊള്ളേണ്ട മുത്തഅല്ലിമീങ്ങളായ എൻ്റെ സഹോദരങ്ങളെ, ഈ വിനീതമായ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശാകേന്ദ്രമായി നിലകൊണ്ടിരുന്ന മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കുകൊള്ളാൻ വന്ന സഹോദര സമുദായത്തിലെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ആമുഖമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇനിയൊരു സുദീർഘമായ പ്രഭാഷണത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടന്നു ചെന്ന് വിരളമായ സമയം കൊണ്ട് എന്നിൽ അർപ്പിതമായ വിഷയത്തിൻ്റെ വളരെ കാതലായ ചില വശങ്ങൾ മാത്രം എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത് നിങ്ങൾ വയല് കേൾക്കാത്തവരായതുകൊണ്ടല്ല. ഇന്ന് നിങ്ങളിവിടെ വന്നത് പ്രൗഢോജ്ജലമായ ഒരു പ്രഭാഷണം കേൾക്കുവാനുമല്ല. കാരണം അങ്ങനെയൊന്നും ഒരു അറിയപ്പെട്ട ആളുമല്ല ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ എല്ലാ ദിവസങ്ങളിലും നമ്മളൊക്കെ സമ്മേളിക്കുന്നത്, നമ്മളിവിടെ വരുന്നത് ഇവിടെ കിടക്കുന്ന മഹാനായ ഒരു മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ മഹാനായ മനുഷ്യനെ നമ്മൾ സ്നേഹിക്കാൻ കാരണം അദ്ദേഹം ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ സ്നേഹിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെയാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ്, അവരുടെ സ്നേഹമാണ് അവരെ നമ്മൾ സ്നേഹിക്കാൻ നിദാനമായത്. അതുകൊണ്ട് നമ്മുടെ സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അംശമാണ് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്കെല്ലാം നൽകിയ, എല്ലാ ഘട്ടത്തിലും നമ്മളെ കൈപിടിച്ച് നമ്മെ സംരക്ഷിച്ച, പലപ്പോഴും ആ അള്ളാഹുവിനെ നമ്മൾ ധിക്കരിച്ചപ്പോഴും നമ്മെ ഒഴിവാക്കാതെ നമ്മളോടൊപ്പം നിന്ന ജഗനിയന്താവായ റബ്ബിന്റെ സ്നേഹം നമ്മുടെ ഖൽബിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ഇത്തരം ആളുകൾക്ക് ലഭിച്ചതുപോലെയുള്ള സൗഭാഗ്യം ലഭിക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഈ സദസ്സിലിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആമുഖമായി നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ്. അപ്പൊ നിങ്ങളാരും വയല് കേൾക്കാത്തത് കൊണ്ട് വയല് കേൾക്കാൻ വന്നതായിരിക്കുകയില്ല. ഈ മഹാനായ സയ്യിദിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളൊക്കെ ഈ പരിപാടിയോടനുബന്ധമായി പല ദിവസങ്ങളിലായി നമ്മൾ പങ്കുകൊള്ളുന്നതും ഇവിടെ സന്നിഹിതരാവുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ പ്രവാചകർക്ക് മുമ്പുള്ള പ്രവാചകന്മാർ, റസൂലുള്ളാഹിയുടെ മുമ്പും റസൂലുള്ളാഹിന്റെ കാലശേഷവും അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരായി ഓരോ കാലഘട്ടങ്ങളിലും കടന്നു വന്ന അള്ളാഹുവിന്റെ മഹാരഥന്മാർ, അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടാൻ അള്ളാഹു ഈ അമൽ നിദാനമാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിശിതമായി വിമർശിക്കപ്പെടുകയും അനിസ്ലാമികമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാക്കിൽ അത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം ഇത്തരത്തിലുള്ള മഹാരഥന്മാരായ ആളുകൾ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും വെടിഞ്ഞ് അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കാരണമായതിന്റെ കാതലായ വശം എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് എന്നിലർപ്പിതമായ ദൗത്യം. ജീവിതത്തിന്റെ എല്ലാ സുഖാഡംബരങ്ങളും അവർ മാറ്റിവെച്ചു. മഹാനായ സയ്യിദ് അലവിയിൽ മംഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്നെ ഈ നാട്ടുകാരനല്ല, ഈ നാട്ടിലല്ല ജനിച്ചത്.
കേരളക്കാരനല്ല, ഇന്ത്യക്കാരനല്ല. മഹാനവറുകൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ യമനിലായിരുന്നു മഹാനവറുകൾ പൂജാതരായത്. യമനിൽ നിന്ന് ഏകദേശം 15 വയസ്സ് പ്രായമാകുമ്പോഴാ കോഴിക്കോട്ട് വന്ന കപ്പലിറങ്ങുന്നത്. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നാട് വിട്ട് കുടുംബത്തെ എല്ലാം മാറ്റി നിർത്തി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു. നമ്മുടെ ഈ നാട്ടിൽ വന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച മഹാനായിരുന്നു അദ്ദേഹം. അവർക്ക് കുടുംബമോ നാടോ അവരുടെ മക്കളോ ഒന്നുമായിരുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം രാജാതിരാജനായ അള്ളാഹുവായിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് എത്താനും കഴിയുക? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ഒരു മനുഷ്യനവന്റെ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് ജഗനിയന്താവായ അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സദാസമയത്തും അവരുണ്ടാകേണ്ട ഒരു കാര്യം, ഇത് എന്റെ അവസാനത്തെ ദിവസമാണെന്ന ചിന്ത അവനിൽ ഉണ്ടാവുക എന്നതാണ്. മഹാരഥന്മാരായ ആളുകളൊക്കെയും അങ്ങനെയായിരുന്നു. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. മുസ്ലിം സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഓരോ നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴും ഓരോ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും ഇതെന്റെ അവസാനത്തെ ഇബാദത്താണ്. ളുഹർ നമസ്കരിക്കുന്നവൻ നമസ്കരിക്കാൻ നിൽക്കേണ്ടത് ഇനി ജീവിതത്തിൽ എനിക്ക് ളുഹർ നമസ്കാരമില്ല എന്നോർത്തുകൊണ്ടാണ്. അസർ നമസ്കരിക്കുന്നയാൾ അസർ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണെന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണ് ചെയ്യുന്ന ഓരോ ഇബാദത്തും നമ്മൾ നിർവഹിക്കേണ്ടത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും അങ്ങനെയാണല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതെന്താ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇദാ അംസൈത ഫലാ തംതദിരിസ് സബാഹ്, നീ രാത്രി വൈകുന്നേരമായാൽ ഇനിയൊരു പ്രഭാതം നിനക്കുണ്ടെന്ന് നീ മനസ്സിലാക്കണ്ട. വഇദാ സുബ്ഹത ഫലാ തംതദിരിൽ മസാ, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഇനി നിനക്കൊരു വൈകുന്നേരമുണ്ടെന്ന് നീ മനസ്സിലാക്കണ്ട. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദര, ഇന്ന് രാത്രി നമ്മൾ മരണപ്പെടുമെന്ന് നമുക്ക് ഉറപ്പായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മഹാനായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇവിടെ. ഉറങ്ങാത്ത രാത്രികളായിരുന്നവർക്കുണ്ടായിരുന്നത്. റാബിയത്തുൽ അദവിയെ പോലെ, നഫീസത്തുൽ മിസ്രിയെ പോലെയുള്ള മഹതിമാർ, അതുപോലെയുള്ള ഒരുപാട് മഹാരഥന്മാർ ലോകചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. ജീവിതത്തിന്റെ എല്ലാ സുഖാഡംബരങ്ങളും മാറ്റിവെച്ചവരായിരുന്നവർ. എന്തായിരുന്നു ഇതിന്റെ കാരണമെന്നറിയുമോ? അവർ ചിന്തിച്ചു, നാളെ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണ് എന്ന് നമുക്കാർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ കടന്നാൽ ഉറക്കം വരുമോ എന്റെ സഹോദരങ്ങളെ? ചില മരണങ്ങളൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറില്ലേ? വല്ലാതെ നമ്മെ ഭയവിഹ്വലമാക്കി കളയാറില്ലേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ഒരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ അവന്റെ ജീവിതം നന്നാക്കാനും ചിട്ടപ്പെടുത്താനും അവന് കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അക്തിറൂ മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ജീവിതത്തിന്റെ എല്ലാ രസങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെ ഓർത്തുകൊണ്ടാകണം മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തെരുമാറാകട്ടെ. ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് റബ്ബ് നമ്മൾ ആരെ സ്നേഹിക്കുന്നവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ കടന്നു വരികയാണ് നമ്മൾ. ഒന്നാമത്തെ ഘട്ടം ഏതായിരുന്നു? ഒന്നാമത്തെ ഘട്ടം നമ്മൾ റൂഹുകളുടെ ലോകത്തായിരുന്നു. റൂഹുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് 4 മാസം പ്രായമായ മാംസപിണ്ഡത്തിലേക്ക് ഒരു മലക്ക് വന്ന് റൂഹ് നിക്ഷേപിക്കുന്നുവെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 4 മാസം പ്രായമാകുന്ന മാംസപിണ്ഡത്തിലേക്ക് റൂഹ് നിക്ഷേപിക്കപ്പെടുന്നു. ഈ റൂഹ് ആ മാംസപിണ്ഡത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? അതാണ് റൂഹുകളുടെ ലോകം. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ആ ലോകം കഴിഞ്ഞുപോയതാ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്റെ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നാം ലോകത്ത് നമ്മൾ കഴിഞ്ഞുകൂടിയത്? നമ്മളാരും ഒന്നാം ലോകത്ത് ജീവിച്ചില്ലെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല.
രണ്ടാമത്തെ ലോകം ഏതായിരുന്നു? രണ്ടാമത്തെ ലോകം റഹിമു ഉമ്മിഹി, ഉമ്മയുടെ ഗർഭപാത്രമാണ്. ഞാൻ വളരെ വിഷയം ചുരുക്കിയാണ് പറയുന്നത്. റഹിമു ഉമ്മിഹി, രണ്ട് ഉമ്മയുടെ ഗർഭപാത്രമായിരുന്നു. ഒന്നാം ലോകത്ത് നിന്ന് മലക്ക് വന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിലെ മാംസപിണ്ഡത്തിലേക്ക് റൂഹ് നിക്ഷേപിച്ചപ്പോ ഒന്നാം ലോകത്ത് നിന്ന് രണ്ടാം ലോകത്തേക്ക് നമ്മൾ വന്നു. അങ്ങനെ നമ്മൾ ഏകദേശം പിന്നീട് 6 മാസക്കാലത്തോളം ഉമ്മയുടെ വയറ്റിൽ നമ്മൾ കിടന്നു. ഞാൻ ചോദിക്കട്ടെ, എന്റെ സദസ്സിലിരിക്കുന്ന ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്നിട്ടില്ലെന്ന് പറയാനൊക്കുമോ? കടന്നത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്റെ സഹോദര, വിചിന്തനീയമായ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കിടന്നിട്ടില്ലെന്ന് പറയാൻ ലോകത്ത് ഇന്നുവരെ ഒരാൾക്കും കഴിയില്ല. നാളെയുടെ അവസ്ഥ എന്തെന്ന് പറയാൻ ഒക്കുകയില്ല. ഇന്ന് വരെ ഒരാൾക്കും പറയാൻ കഴിയില്ല ഞാൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ടില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, കിടന്നത് ഓർമ്മയുണ്ടോ സഹോദര? ഓർമ്മയില്ല. ഓർമ്മയില്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ജീവിച്ചത് നമുക്ക് ഓർമ്മയില്ല. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടിയത് നമുക്ക് ഓർമ്മയില്ല. മൂന്നാം ഘട്ടത്തിലാണ് എന്റെ സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഉള്ളത്. മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ അൽ ഹയാത്തു ദുന്യവിയ, ഐഹിക ജീവിതമാണ്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീണതിന് ശേഷം മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്നതിനിടക്കുള്ള ജീവിതമാണ് മൂന്നാമത്തെ ഘട്ടം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞാൽ വരാൻ പോകുന്നത് നാലാമത്തെ ഘട്ടമാണ്. നാലാമത്തെ ഘട്ടം ഏതാണ്? മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചെടുത്തതിന് ശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെയുള്ള സമയം, അല്ലെങ്കിൽ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുന്നത് വരെയുള്ള സമയം, അതാണ് നാലാമത്തെ ഘട്ടം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. 2012 ആകുമ്പോഴേക്ക് 2012 ലോകം തകരുമെന്ന് ലോകത്തെ ശാസ്ത്രലോകം ഇപ്പൊ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2025 എന്നായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ ശാസ്ത്രലോകം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് പോരാ, 2025 വരെ ഭൂമി അണ്ടകടാഹം പിടിച്ചു നിൽക്കുമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കാരണം അന്റാർട്ടിക്കയുടെ പല ഭാഗങ്ങളിലൂടെയും മഞ്ഞുരുക്കം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് 2012 ആകുമ്പോഴേക്ക് ലോകം അവസാനിക്കുമെന്നാണ്. ഇതൊരു പുതിയ വാർത്തയാണല്ലോ, നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ ലോകാവസാനം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ വാർത്തയല്ല. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അടിക്കടി ലോകത്ത് ഓർമ്മപ്പെടുത്തിയ സംഗതിയാണ്. അള്ളാഹു നമുക്ക് ദൃഢമായ വിശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷെ അത് 2012 അല്ലേ? ആ വിഷയമൊന്നും എന്റെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ വരുന്നില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സൂറെന്ന കാഹളത്തിൽ ആദ്യം ഓതിയതിന് ശേഷം പിന്നീട് റൂത്തുണ്ടതാണ് രണ്ടാമത്തെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത് വരെയുള്ള ജീവിതമാണ് ബർസഖിയായ ജീവിതം എന്നറിയപ്പെടുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കൂ. മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളടക്കം നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഒരുപാട് ആളുകൾ നാലാം ഘട്ടത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദര, ലോകത്തിന് അബദ്ധം പിണഞ്ഞത് ഈ നാലാമത്തെ ഘട്ടം ഇല്ല എന്ന് ലോകം നിഷേധിച്ചതാണ്. ലോകത്തിനിന്ന് ധാർമ്മികമായ യഥാർത്ഥ ധർമ്മത്തിന്റെ പാതയിലേക്ക് കടന്നു വരാൻ അവർക്ക് തടസ്സമായി മാറിയത്. നമ്മൾ എങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, അതേപോലെ കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതുപോലെയുള്ള മറ്റൊരു ജീവിതം നാലാം ഘട്ടത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുവാനുള്ളവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജീവിതം സന്തോഷകരമാക്കി തരുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അഞ്ചാമത്തെ ഘട്ടം, നാലാമത്തെ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെ ഘട്ടമാണ്. അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അൽ ഹയാത്തുൽ ഉഖ്റവിയ്യ, പരലോകത്തെ ജീവിതമാണ്, പരലോക ജീവിതമാണത്. നാലാമത്തെ ഘട്ടം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് അനന്തമായി കിടക്കുന്ന ജീവിതം, അതാണ് അഞ്ചാമത്തെ ഘട്ടം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ഘട്ടത്തിലാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വന്ന പോലെ, രണ്ടാം ഘട്ടത്തിൽ നിന്ന് മൂന്നാമത്തെ ഘട്ടമായ ഭൗതിക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്ന പോലെ, ഐഹിക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്ന പോലെ, മൂന്നാം ഘട്ടത്തിൽ നിന്ന് നാലാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകും. നമ്മൾ ആരുടെയും ആഗ്രഹപ്രകാരമല്ലാതെ
നമ്മൾ ഇച്ഛിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, ഒന്നാം ഘട്ടത്തിൽ നിന്ന് നമ്മെ രണ്ടാം ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നവനാരാണോ, 2ൽ നിന്ന് 3ലേക്ക് നമ്മെ കൊണ്ടുവന്നവനാരാണോ, അവൻ തന്നെ 3ൽ നിന്ന് 4ലേക്ക് നമ്മെ കൊണ്ടുപോകും. ഭൗതികമായ ജീവിതത്തിൽ നിന്ന് ബർസഖിയായ ജീവിതത്തിലേക്ക്, ഖബറിലെ ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ സാധാരണഗതിയിൽ മരണം എന്ന് പറയാറുള്ളത്. എന്റെ സഹോദര, നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാ. അമേരിക്കയല്ല നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം മറ്റേതെങ്കിലും ഭൗതികമായ ശത്രുക്കളല്ല, അല്ലെങ്കിൽ ഭൗതികമായ ജീവിതത്തിന്റെ അസ്വാരസ്യങ്ങളല്ല. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, 3ാമത്തെ ഘട്ടത്തിൽ നിന്ന് 4ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമ്മുടെ 4ാം ഘട്ടം എങ്ങനെയായിരിക്കുമെന്ന ചിന്തയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. മഹാന്മാരായ ആളുകൾ മുഴുവൻ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഈ ചിന്തയിൽ മുഴുകിയതുകൊണ്ട് രാജാതിരാജനായ റബ്ബിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുധാവനം ചെയ്ത് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ നടത്തുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ, ഭൗതികമായ ഈ ചുറ്റുപാടിൽ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ യഥാർത്ഥ സത്യസന്ധമായ വസ്തുതകളിലേക്ക് കൊണ്ടുപോകാൻ ഒരു ചെറിയ ചിന്ത മാത്രം ആവശ്യകമായി വളരെ പ്രധാനപ്പെട്ട ചില ഭാഗത്തുകൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണല്ലോ മരണം, 3ാമത്തെ ഘട്ടത്തിൽ നിന്ന് 4ാം ഘട്ടത്തിലേക്കുള്ള മാറ്റം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തിൽ ആരാണോ ആത്മാവ് നിക്ഷേപിച്ചത്, ആരാണ് എന്റെ സഹോദര ആത്മാവ് നിക്ഷേപിച്ചത്? രാജാതിരാജനായ അല്ലാഹുവാണ്. ആത്മാവ് നിക്ഷേപിച്ചവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപ്പെടുത്തുന്ന പ്രവർത്തനത്തിനാണ് മരണം എന്ന് പറയുക. നമ്മളൊക്കെ അതിന് വിധേയമാകാനിരിക്കുന്നവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സകലമാന നന്മകൾ കൊണ്ടും നമ്മുടെ അവസാനമായി ലക്ഷ്യം വെക്കുന്നത് ഈമാനോടുകൂടെ മരണപ്പെടണം. ഇന്നൊരാൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോഴും ദുആ ചെയ്യാൻ പറഞ്ഞതും അതാ, ഈമാൻ സലാമത്താകാൻ ദുആ ചെയ്യണമെന്ന. അതുമാത്രമാണ് പണം കൊടുത്ത് മനുഷ്യന് വാങ്ങാൻ കഴിയാത്തത്. ഈമാൻ വാങ്ങാൻ കഴിയില്ല, ഹിദായത്ത് വാങ്ങാനും കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ ഒന്നാണ് ഹിദായത്ത്. ഈ ഹിദായത്ത് കൈമോശം വന്നു പോകരുത് എന്ന് ഞാനടക്കമുള്ള എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അല്ലാഹു ഓശാരമായി നൽകിയതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ അയൽപക്കത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നില്ലേ, മുസ്ലിങ്ങൾ? നമ്മുടെ രാജ്യത്തിലെ വ്യത്യസ്തമായ മതക്കാർ, വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. രാജാതിരാജനായ അല്ലാഹു യഥാർത്ഥമായ വഴിയിൽ നമ്മെ അടിയുറപ്പിച്ച് അല്ലാഹു നിർത്തി. അതുകൊണ്ട് നമുക്ക് ഈ ഹിദായത്ത് ലഭിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെ സഹോദരനായ അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ചപ്പോൾ സന്തോഷിക്കുകയും തന്റെ അടിമയെ മോചിപ്പിക്കുകയും ചെയ്ത അബൂലഹബിന്റെ പേരെടുത്ത് പരിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. അബൂലഹബ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പിതൃവന. ആ പിതൃവന് അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് അല്ലാഹു ആ സൗഭാഗ്യം നൽകി. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹു അത് നിലനിർത്തി തെരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു വിഷയവുമാണ് ഇത്, ഹിദായത്ത് നിലനിൽക്കുക എന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദര, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ചില വിഷയം. റസൂലുള്ളാഹി പറഞ്ഞത്, ലൗ തഅലമുൽ ബഹായിമു മിനൽ മൗതി മാ യഅലമു ഇബ്നു ആദം മാ അകൽതും മിൻഹാ സമീനാ. മനുഷ്യർക്ക് മരണത്തെക്കുറിച്ച് അറിയുന്ന അത്ര കാര്യങ്ങൾ മൃഗങ്ങൾക്കറിയുകയായിരുന്നുവെങ്കിൽ മൃഗങ്ങളിൽ ഒരു തടിച്ച മൃഗത്തെ പോലും നിങ്ങൾക്ക് അറുക്കാനും ഭക്ഷിക്കാനും കഴിയുമായിരുന്നില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെ നിങ്ങൾക്കറിയുന്ന അത്രയും കാര്യങ്ങൾ മൃഗങ്ങൾക്ക് മരണത്തെക്കുറിച്ച് അറിയുകയായിരുന്നുവെങ്കിൽ അവരിൽ നിന്നൊരാൾ പോലും മൃഗങ്ങളിൽ നിന്നൊന്നുപോലും തടിച്ചു കൊടുക്കുമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര ഗൗരവമുള്ള വാക്കാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മരണത്തിന് ചില പ്രധാന ഘട്ടങ്ങളുണ്ട്. ഞാൻ വേഗം ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നത് സമയം അതിക്രമിക്കരുത് എന്ന് കരുതിയതുകൊണ്ട്.
അധികമായി ദീർഘിപ്പിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രധാന കാര്യങ്ങൾ ഓർത്തിയിട്ടുണ്ട്. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ വരുന്ന ഏതാനും ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം, മനുഷ്യന്റെ മുമ്പിലെ ഒന്നാമത്തെ ഘട്ടം എന്താ? മരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘട്ടം എപ്പോഴാണ് മരണമെന്നറിയില്ല എന്നത് തന്നെയാണ്. ഏത് നിമിഷമാണ് നമ്മൾ ലോകത്തോട് വിട പറയുക എന്ന് പറയാൻ കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഇനി ആരാണ് ആദ്യമായി മയ്യിത്ത് കെട്ടിലേറാനുള്ള ആൾ ആരാണ് എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരുപക്ഷെ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞാനാവാം, അല്ലെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ പ്രായം കുറഞ്ഞവനാകാം, അല്ലെങ്കിൽ പ്രായം കൂടിയവനാകാം. പ്രായത്തിന്റെ വൈജാത്യം അല്ലെങ്കിൽ വ്യത്യാസമില്ലാത്ത ഒന്നാണല്ലോ മരണം. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നതാണ് അയാളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ, ഒരു മനുഷ്യന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വഫാത്തിഹുൽ ഗൈബി ഖംസുൻ, ആർക്കും അറിയാത്ത ജഗനിയന്താവായ അല്ലാഹുവിനെ മാത്രം അറിയുന്ന കാര്യങ്ങൾ 5 ആണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി എണ്ണി. ഹദീസിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നു. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരു ശരീരത്തിനും പറയാനും കഴിയില്ല ആ ശരീരം എവിടെ വെച്ചുകൊണ്ടാണ് മരിച്ചു പോവുക എന്ന് പറയാനും കഴിയില്ല. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നു, ഈ മാസം 3-ാം തീയതി ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാൻ. ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മസ്കത്തിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് ഫ്ലൈറ്റിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരണപ്പെടുന്നത്. അയാൾ ജിദ്ദയിൽ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് തകരാറില്ല, ഫ്ലൈറ്റിൽ കയറുമ്പോൾ മരണത്തിന്റെ ലക്ഷണമില്ല. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് കേവലം 10 മിനിറ്റ് മുമ്പ് ഇരുന്ന സീറ്റിൽ വെച്ച് അവർ അന്ത്യശ്വാസം വലിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ എന്റെ സഹോദര, ഞാൻ ഓർത്തു പോകുന്നു മിനയിൽ വെച്ചുണ്ടായ ഒരു മരണത്തെക്കുറിച്ച്. വടകരക്കാരനായിരുന്നു ആ സഹോദരൻ, വടകരക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയിട്ടുണ്ട്. അദ്ദേഹം വലിയ ധനാഢ്യനായ അദ്ദേഹം വളരെ വലിയ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉള്ളയാളാണ് അദ്ദേഹം. എയർ കണ്ടീഷൻ ചെയ്ത വീടിന്റെ റൂമുകൾ എയർ കണ്ടീഷൻ ചെയ്ത വീടാണ് അദ്ദേഹത്തിൻ്റെത്. ഞാനവിടെ അദ്ദേഹത്തിന്റെ ചില അടുത്ത ആളുകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികമായ സൗകര്യങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഈ മനുഷ്യൻ മരിക്കുന്നത് മിനയിൽ വെച്ചാണ് എന്റെ സഹോദര. മിനയിൽ വെച്ച് അയാൾ മരിക്കുന്നത് എപ്പോഴാണെന്നറിയാം? അർദ്ധരാത്രി ടെന്റിലേക്ക് കയറി വന്നപ്പോഴാൾ മിനയിലിരുന്ന ഇദ്ദേഹം എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ കുരക്കുന്നുണ്ട്, ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചില 2-3 ആളുകൾ അടുത്തു വന്ന് അദ്ദേഹത്തെ പിടിച്ചിരുത്തി. ചുമ അല്പം സമാധാനം വരുമ്പോൾ അയാൾ കിടക്കും. വീണ്ടും അയാൾ എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് ചുമക്കുന്നു. ഇദ്ദേഹത്തിന് ചുമ അടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂടെയുള്ള 2 ആളുകൾ അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവന്ന് ടെന്റിൽ നിന്ന് അയാൾ നടന്നാണ് പോകുന്നത്. ഞാൻ ഈ പറയുന്ന സംഗതികളൊക്കെ നടക്കുന്നത് കേവലം 10 മിനിറ്റിനുള്ളിലാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള സമയത്താണ്. മിനയിൽ നിന്ന് അദ്ദേഹം നടന്നു പോകുന്നു. നടന്ന് ടെന്റിന് മുമ്പിൽ നിന്ന് അദ്ദേഹം കൈനറ്റിക് ഹോണ്ടയുണ്ട്. അവിടെ ഈ 2 പേര് കൊണ്ടുവന്നത് കൈനറ്റിക് ഹോണ്ടയാണ്. അതിന് മുന്നിൽ ഓടിക്കാൻ വേണ്ടി ഒരാൾ കയറിയിരുന്നു. നടുവിൽ ഇദ്ദേഹത്തെ ഇരുത്തി. പിൻ സീറ്റിൽ വേറെ ഒരാളും ഇരുന്നു. ഏറ്റവും ബേക്കിൽ വേറെ ഒരാളും ഇരുന്നു. കേവലം ഒരു 100-200 മീറ്റർ മാത്രമാണ് ഹജ്ജ് ഡിസ്പെൻസറിയിലേക്കുള്ളത്. ഹജ്ജ് ഡിസ്പെൻസറിയിലേക്ക് ഇവർ ഈ വണ്ടിയിൽ എത്തിയപ്പോഴേക്ക് ടെന്റിൽ നിന്ന് ടെന്റിന് വെളിയിലേക്ക് നടന്നിറങ്ങിയാൽ മുന്നിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൈനറ്റിക് ഹോണ്ട ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെ ശരീരത്തിലേക്ക് അയാൾ മറിഞ്ഞു വീണിരുന്നു. ഡിസ്പെൻസറിയുടെ മുമ്പിലെത്തി ബേക്കിലുള്ള ആൾ ഇറങ്ങിയിട്ട് ഈ ഇദ്ദേഹത്തെ പിടിച്ചു നോക്കി. അയാൾ അർദ്ധശ്വാസം വലിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതാണ് ഒരു മനുഷ്യന്റെ അവസാനത്തെ നിമിഷത്തെ കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് ഈ ഭൗതികമായ സുഖാഡംബരങ്ങൾക്ക് എന്ത് താല്പര്യമുണ്ടാകും? വലിയ സൗകര്യങ്ങളുള്ള അദ്ദേഹം, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം അല്ലാഹു നിശ്ചയിച്ചത് കൈനറ്റിക് ഹോണ്ടയുടെ 2 ആളുകൾക്കിടയിൽ ഇരുത്തിയാണ് അദ്ദേഹത്തിന്റെ റൂഹ് അല്ലാഹു തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഓർത്തു പോകുന്നു, കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ ഞാൻ ജോലി ചെയ്യുന്നതിന്റെ അടുത്താണ്. ഇരിക്കൂറിനടുത്തുള്ള സ്ഥലമാണ് ശ്രീകണ്ഠാപുരം.
ശ്രീകണ്ഠാപുരത്തിയുടെ ഒരു മരണം ഉണ്ടായല്ലോ. 4 വർഷമായി എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. ഞാനടക്കമുള്ള നമ്മെക്കുറിച്ചുള്ള ചില വിചിന്തനീയമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സഹോദര. അള്ളാഹു മരണം നന്നാക്കി തരട്ടെ. ശ്രീകണ്ഠാപുരത്തൊരു മരണം ഉണ്ടായി. 4 വർഷം ഗൾഫിൽ നിന്ന് തുടർച്ചയായി നിന്ന് അദ്ദേഹം നാട്ടിലെത്തിയതാണ്. വിവാഹം കഴിക്കാൻ ഇദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിതാവിനെ അവൻ കണ്ടിട്ടില്ല. നാട്ടിലേക്ക് അവൻ തിരിച്ചു വന്നു. വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ഇഷ്ടപ്പെട്ട ഇണയെ അവൻ തെരഞ്ഞെടുത്തു. 4-ാം തീയതി പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് തൊട്ടു അടുത്ത 4-ാം തീയതിയായിരുന്നു അവന്റെ കല്യാണം നിശ്ചയിച്ചത്. പരിശുദ്ധമായ റമദാനിന്റെ പകലിൽ അവൻ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നു. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നത്. എന്തോ ഒരു സാധനം അവൻ വാങ്ങാൻ വിട്ടുപോയി. രാവിലെ നിങ്ങൾ ചിന്തിക്കണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. 10 മണിക്ക് അവനുണ്ട്, ഒരു കുഴപ്പമില്ല. 11 മണിക്കും അവനുണ്ട്, പകൽ 11 മണിക്ക് ഇവനൊരു കുഴപ്പമില്ല. ഇവൻ സാധനം വാങ്ങി തിരിച്ചു വന്നപ്പോ ഒന്ന് മറന്നു. അവനത് വാങ്ങാൻ തിരിച്ചു പോകുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ പോകണ്ട, അത് പിന്നെ വാങ്ങിച്ചാൽ മതി. പക്ഷെ അവൻ അവന്റെ സ്വന്തം നിർബന്ധത്തിന് അവൻ ആ സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്താണ് എതിർദിശയിൽ ഒരു ബസ് വന്നത്. ബസ്സിന് മറുഭാഗത്തേക്ക് സൈഡ് കൊടുക്കാൻ, എതിർദിശയിലൂടെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ സ്ഥലം കണ്ടില്ല. ഈ ബസ് നേരെ എതിർദിശയിൽ വരുന്ന ബൈക്കുകാരന്റെ മുകളിലേക്ക് അടിച്ചു കയറ്റി ഡ്രൈവർ. 60 ആളുകൾക്കും ജീവഹാനി സംഭവിക്കുന്നതിന് പകരം ഒരാളുടെ ജീവൻ അപകടത്തിലായാൽ മതിയല്ലോ എന്നായിരുന്നു ആ ബസ് ഡ്രൈവറുടെ മനസ്സിലെപ്പോൾ വന്ന ചിന്ത. ഇവന്റെ മുകളിലേക്ക് ബസ് ഇടിച്ചു കയറി. അതല്ല അവിടെ വിഷയം. ഇവന്റെ മുകളിലേക്ക് ബസ് ഇടിച്ചു കയറിയിട്ട് ഇവൻ പിടഞ്ഞു മരിക്കുന്നത് എവിടെയാണെന്നറിയോ? 4-ാം തീയതി അവൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച തന്റെ ഭാര്യയാകാൻ പോകുന്നുവെന്നവൻ വിചാരിച്ചവരുടെ വീട്ടിലേക്ക് കയറുന്ന കോവണിപ്പടിയുടെ മുറ്റത്തേക്ക് കയറുന്ന ആ പടിയുടെ മുൻപിലാണ് ഇവൻ പിടഞ്ഞു മരിക്കുന്നത്. ഇവൻ മരിക്കുന്ന സമയത്ത് റമദാൻ കഴിഞ്ഞ 4-ാം തീയതി കണ്ണൂരിലൊക്കെ ഉള്ള സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടിൽ ഭർത്താക്കന്മാർ താമസിക്കുന്ന സമ്പ്രദായമാണ്. 4-ാം തീയതി ഇവന്റെ സഹധർമ്മിണിയോടുകൂടെ സല്ലപിക്കാനും ഉറങ്ങാനുമുള്ള അറയുടെ പണി നടത്തുകയാണ് ആശാരിമാർ ഇവന്റെ നിലവിളി കേട്ട് ഓടി വന്നപ്പോഴേക്ക് ഇവൻ പിടഞ്ഞു മരിക്കുന്ന രംഗമാണ്. 4-ാം തീയതി അവൻ അന്തി ഉറങ്ങാൻ വേണ്ടി അറ തയ്യാറാക്കുന്ന ആശാരിമാർ കാണുന്നത്. എന്റെ സഹോദര, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതാണ് ഒരു മനുഷ്യന്റെ മുമ്പിലുള്ള രംഗം. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് മനുഷ്യ സമൂഹമേ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായി നിങ്ങൾ ഗൗനിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഈ ഒരു ചിന്ത ഒരു മനുഷ്യനുണ്ടായാൽ, യഥാർത്ഥമായ ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നാൽ, അവനെല്ലാ സകലമാന ചിന്തകളിൽ നിന്നും അവന്റെ മനസ്സിനെ മാറ്റി നിർത്തി ജഗനിയന്താവായ റബ്ബിലേക്ക് മാത്രം അവനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. ഇതാണ് എന്റെ സഹോദരങ്ങളെ ഒന്നാമത്തെ മരിക്കാൻ ഒരു മനുഷ്യന്റെ മുമ്പിലുള്ള ഒന്നാമത്തെ പ്രതിസന്ധി ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം നമ്മുടേത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ചിന്തിക്കൂ സഹോദരങ്ങളെ, 2-ാമത്തെ ഘട്ടം എന്താണെന്നറിയോ? 2-ാമത്തെ ഘട്ടം മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലുള്ള 2-ാമത്തെ ഘട്ടം മരണത്തിന്റെ വേദനയാണ്. 3-ാമത്തെ ഘട്ടം എന്താണ്? മലക്കുകൾ റൂഹ് പിടിക്കുന്ന രംഗമാണ്. 4-ാമത്തെ ഘട്ടം റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന രംഗമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മഹാന്മാരായ ആലിമീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഒരാൾ മരിക്കാൻ പോകുന്ന സമയത്ത് മഹാന്മാരായ മലക്കുകൾ ഇറങ്ങി വരും. മരിക്കാൻ പോകുന്നയാൾ നല്ല ആളാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരിക നല്ല മലക്കുകളായിരിക്കും, റഹ്മത്തിന്റെ മലക്കുകളായിരിക്കും. മോശപ്പെട്ട ആളാണെങ്കിലോ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത് ഭീകരമായ രൂപത്തിലായിരിക്കും, കറുത്തിരണ്ട രൂപത്തിലായിരിക്കും മലക്കുകൾ ഇറങ്ങി വരിക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ മലക്കുകൾ ഇറങ്ങി വരുന്നു. നല്ല മനുഷ്യനാണെങ്കിൽ മരിക്കാൻ പോകുന്ന ആരുടെ ചുറ്റുഭാഗത്തും മലക്കുകൾ വന്നിരിക്കുകയാണ്. തലയുടെ ഭാഗത്ത് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നിരിക്കും. തലയുടെ ഭാഗത്ത് വന്നിരുന്നുകൊണ്ട് ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളോട് റൂഹ് പിടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. റൂഹ് പിടിക്കാനുള്ള ഓർഡർ കൊടുക്കുമ്പോഴേക്ക് ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളതായി മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഒരു മലക്കല്ലന്റെ സഹോദര റൂഹ് പിടിക്കുന്നത്, ഒരുപാട് മലക്കുകൾ ചേർന്നാണ് ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, കേവലം 5 അടി അല്ലെങ്കിൽ 6 അടി ഉയരമുള്ള പൊക്കമുള്ള ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് ഒരു മലക്കല്ല,
ഒരു സംഘം മലക്കുകളാണ്. നമ്മളിതെല്ലാം അനുഭവിക്കാൻ പോവുകയാണ്. രാജാതിരാജനായ അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഞാൻ ഈ പറയുന്നത് കഥ പറയുകയല്ല. ഒരു പക്ഷേ ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നാളെ രാത്രി അനുഭവിക്കേണ്ടതാ, അല്ലെങ്കിൽ ഈ ആഴ്ചയിലോ ഈ മാസത്തിലോ ഈ വർഷങ്ങളിലോ അനുഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും വർഷങ്ങളിലായി. ഏതായാലും നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ഒരു ഘട്ടമാണല്ലോ ഇത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മലക്കുകൾക്ക് അങ്ങ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ, മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ആഴ്ന്നിറങ്ങാൻ തുടങ്ങും. എവിടെ നിന്നാ റൂഹ് പിടിച്ചു തുടങ്ങുന്നത്? കാലിന്റെ തള്ളവിരൽ മുതലാണ് എന്റെ സഹോദരങ്ങളെ, കാലിന്റെ തള്ളവിരൽ മുതൽ മലക്കുകൾ നേരെ ആഴ്ന്നിറങ്ങുന്നു. കാലിന്റെ തള്ളവിരൽ മുതൽ അങ്ങ് ആഴ്ന്നിറങ്ങുകയാണ്. ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും ഇവർ ആഴ്ന്നിറങ്ങും. ആഴ്ന്നിറങ്ങിയിട്ട് ഒന്നാം സംഘം മലക്കുകളാണ് ആദ്യം വരിക. അവർ കാലിന്റെ തള്ളവിരൽ മുതൽ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും താഴ്ന്നിറങ്ങി മനുഷ്യ ശരീരത്തിലെ റൂഹങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. റൂഹങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് കാലിന്റെ മുട്ടുവരെ കൊണ്ടുവരും. മുട്ടിലേക്ക് ഊർഹെത്തിയാൽ ഒന്നാം സംഘം മലക്കുകൾ അങ്ങ് മാറി നിൽക്കും. രണ്ടാം സംഘം മലക്കുകൾ വരും. രണ്ടാം സംഘം മലക്കുകൾ വന്ന് മുട്ട് മുതൽ ഒന്നാം സംഘം മലക്കുകൾ കൊണ്ടുപോയി വെച്ച സ്ഥലം മുതൽ റൂഹ് പിടിച്ചു വലിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഘട്ടം വല്ലാത്ത ഘട്ടമാണത്രേ. മരണത്തിന്റെ വേദന സഹനീയമായിരിക്കും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, മരണത്തിന് 1000 ഭീകരതകളുണ്ടത്രേ. മരണത്തിന് 1000 ഭീകരതകളുണ്ട്. അതിലെ ഒരു വേദന എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ, പച്ചയായ ശരീരത്തിൽ 300 തവണ വാളുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞു മുറിക്കുന്നത് സമമാണത്രേ മരണത്തിന്റെ ഒരു വേദന. അങ്ങനെയുള്ള വേദനകളടങ്ങുന്ന 1000 ഭീകരതകളാണ് മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മുന്നിലുള്ളത് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്റെ സഹോദര, നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? ഒരു തലവേദന ഉണ്ടാകുമ്പോൾ സഹിക്കാൻ കഴിയാത്ത നമ്മൾ, കേവലം ഒരു വയറുവേദന ഉണ്ടാകുമ്പോഴേക്ക് ഞെളിഞ്ഞ് നിവർന്ന് പുളഞ്ഞ് കളിക്കുന്ന നമ്മൾ എങ്ങനെ ഈ ഘട്ടം തരണം ചെയ്യുമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഘട്ടത്തിൽ രക്ഷപ്പെടലാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കലാണ് ഒരു മനുഷ്യന് റബ്ബിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാരഥന്മാരായ ആളുകളുടെ പോലും ജീവിതത്തിലെ ഈ ഘട്ടം വളരെ വിഷമകരമായിരുന്നുവെന്ന് ചരിത്രത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആരാണ് മൂസാ നബി അലൈഹിസ്സലാം? രാജാതിരാജനായ അല്ലാഹുമായി നേരിട്ട് സംസാരിച്ച ആളാണല്ലോ. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു മൂസാ നബി അലൈഹിസ്സലാം. കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു കൊടുത്തില്ല, പക്ഷേ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു കൊടുത്ത ആളാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായവർ പ്രവാചകന്മാരാണല്ലോ. ആ പ്രവാചകന്മാരിൽ തന്നെ ശ്രേഷ്ഠരായവരാണ് ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകൾ 4 പേരാണല്ലോ. 4 പേരിൽ പ്രധാനികളിൽപ്പെട്ട ഒരാളാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം മരിച്ചു, വഫാത്തായി. രാജാതിരാജനായ റബ്ബിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അല്ലാഹു ചോദിച്ചു, കൈഫ വജത യാ മൂസ കൈഫ വജതൽ മൗത. മൂസാ നബിയെ മരണം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞത്, അല്ലാഹുവേ, കൽ ഉസ്ഫൂർ, ഒരു പക്ഷിയെ പോലെയാണ്, കുരുവിയെ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു കുരുവിയെ തിളച്ച എണ്ണയിലിട്ടതിനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമോ അതുപോലെയായിരുന്നു അസ്റായീൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ എന്റെ റൂഹ് വലിച്ചെടുക്കുന്ന സമയം എന്റെ ഘട്ടമെന്ന മഹാനായ കലീമിന്റെ അവസ്ഥയെന്ന മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു. മൂസാ നബി പറഞ്ഞു, എനിക്ക് ആ എണ്ണയിൽ നിന്ന് പക്ഷിക്കെണ്ണയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ പറന്നു പോകാമായിരുന്നു. അതല്ല, അതിൽ കിടന്ന് വെന്ത കുരുവിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരുന്നുവെങ്കിൽ പിന്നെ വേദന അനുഭവിക്കേണ്ടിയില്ലായിരുന്നു. ജീവനോടുകൂടെ എണ്ണയിൽ കിടന്ന് തിളച്ചുമറയുന്ന കുരുവിയെ പോലെയാണ് മരിക്കുന്ന സമയത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം എന്റെ റൂഹ് പിടിക്കുമ്പോ എന്റെ അവസ്ഥയെന്ന് മഹാനായ കലീമുല്ലാഹി മൂസ
അലൈഹിസ്സലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തി. എന്റെ സഹോദര, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളുപ്പമാക്കി തരട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരിച്ചു ചെന്നു. രാജാതിരാജനായ റബ്ബിന്റെ അടുക്കലേക്ക് ചെന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണെന്ന് എന്റെ സഹോദര? മഹാനായ ഇബ്രാഹിം നബി ആരാ? അല്ലാഹുവിന് വേണ്ടി തീകുണ്ടാരം ഏറ്റുവാങ്ങിയ ആള്. നമ്രൂദിൻ അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ വേറൊരു സൃഷ്ടിയുടെ മുമ്പിലും സുജൂദ് ചെയ്യില്ല. ഇബ്രാഹിം തലകുനിക്കില്ലെന്ന് പറഞ്ഞു. ആ നാട്ടിലുണ്ടായിരുന്ന ബിംബാരാധനയെ ചോദ്യം ചെയ്തതിന് പകരം വലിയ തീകുണ്ടാരമുണ്ടാക്കി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആ തീകുണ്ടാരത്തിലേക്ക് അവർ അമ്പെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരത്തിലേക്ക് അമ്പെയ്യപ്പെടുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ, അല്ലാഹു ഈ രംഗം കാണുന്നുണ്ട്, അങ്ങേക്കെന്ത് സഹായമാണ് വേണ്ടതെന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ടെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തായിരുന്നു? എന്റെ സഹോദര, ചിന്തിക്കണം നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, അസ്രായിലെ, ഞാൻ തീകുണ്ടാരം ഏറ്റുവാങ്ങുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാ. എന്നെ സൃഷ്ടിച്ചത് എന്റെ റബ്ബ, ഞാനെല്ലാം സമർപ്പിക്കുന്നത് എന്റെ റബ്ബിന്. എനിക്ക് ഈ ഘട്ടത്തിൽ എന്ത് സഹായമാണ് വേണ്ടതെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയുന്നവൻ എന്റെ റബ്ബ. അതുകൊണ്ട് ഇന്നത് വേണമെന്ന് ഞാനും പറയില്ല. ജിബ്രീലേ, തീകുണ്ടാരത്തിലെ മരണമാണ് അല്ലാഹു എനിക്ക് വിധിച്ചതെങ്കിൽ ഞാനത് ഏറ്റെടുക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടലാണ് അല്ലാഹുവിന്റെ ഇഷ്ടമെങ്കിൽ അതാണ് എന്റെയും ഇഷ്ടമെന്ന് പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ചിന്തിച്ചു നോക്കൂ എന്റെ സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകളും മിനയിൽ പോയി. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ ജംറയിൽ കല്ലെറിയുക എന്ന് പറയുന്നത്. ജംറയിലെ കല്ലേറ് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം, ദുൽഹിജ്ജ 10 ദിവസത്തെ ജംറത്തുൽ അഖബയിലെ ഏറുകൂടെ കൂട്ടിയാൽ 4 ദിവസങ്ങളിലും ഹാജിമാർ ചെയ്യുന്ന കർമ്മമാണ് ജംറയിലെ കല്ലേറ്. എന്താണ് ജംറയിലെ കല്ലേറ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളോട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി, മകനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അറുക്കണമെന്ന്. യക്ഷിക്കഥയിൽ എന്റെ സഹോദരായത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ സംഗതിയ. സ്വന്തം മകനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അറുക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായപ്പോ മകന്റെ കയ്യും പിടിച്ച് കയ്യിൽ കടാടയുമേന്തി പോകുന്ന ഘട്ടത്തിൽ ഇബ്ലീസുൽ ലഈൻ വന്നുകൊണ്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, മകനെ അറുക്കാൻ കൽപ്പിക്കുന്ന ഒരു ദൈവമോ? വേണ്ടെന്ന് വച്ചേക്ക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദേഷ്യം വന്നു, കല്ലെടുത്തെറിഞ്ഞു. ഇസ്മായിൽ നബിയോട് പറഞ്ഞു, ഇസ്മായിലെ, വാപ്പ നിന്നെ അറുക്കാൻ കൊണ്ടുപോവുകയാ, രക്ഷപ്പെട്ട മോനെ എന്ന് പറഞ്ഞപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദേഷ്യം പിടിച്ചു കല്ലെടുത്തെറിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ കൊണ്ടുപോയി, മകനെ അറുക്കാൻ കൊണ്ടുപോയി കിടത്തുകയാണ്. അറുക്കാൻ വേണ്ടി മകനെ കിടത്താൻ ഒരുങ്ങുന്ന സമയത്ത് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നമുക്കൊക്കെ റബ്ബ് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ചവർക്ക് പോലും ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ സാധുക്കളായ, ഒന്നുമില്ലാത്ത, റബ്ബിന്റെ മുമ്പിൽ ഒന്നും സമർപ്പിക്കാനില്ലാത്ത നമ്മുടെയൊക്കെ ഘട്ടം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ കരുണ കൊണ്ട്, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മരണം എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ, നല്ല രീതിയിലാക്കി തരുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറക്കാൻ വേണ്ടി കിടത്തുന്ന സമയത്ത് മകൻ ഉപ്പയോട് പറയുന്നത്, ആ ചരിത്രത്തിലേക്ക് ഞാൻ ദീർഘമായി കിടക്കുകയില്ല. ഉപ്പയോട് പറയുന്നു, സ്വന്തം ഷർട്ടയിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഉപ്പ, നിങ്ങൾ എന്നെ അറുത്ത് എന്റെ ജീവൻ നഷ്ടപ്പെട്ട് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ ഉമ്മ നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഷർട്ട് ഉമ്മായുടെ കയ്യിൽ കൊടുക്കണം. ഉമ്മായുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇസ്മായിലിനെ അല്ലാഹുവിന്റെ സന്നിധിയിൽ വെച്ച് കാണാമെന്ന് പറയണം. ഉമ്മയോട് ക്ഷമിക്കാൻ പറയണം. ഷർട്ട് അഴിച്ചു കൊടുത്തു. ഉമ്മാക്ക് സലാം പറഞ്ഞയച്ചു. മകൻ ഉപ്പ കിടത്താൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഉപ്പയോട് പറയാൻ, ഉപ്പ, എന്നെ നിങ്ങൾ മലർത്തി കിടത്തരുത്, കമഴ്ത്തി കിടത്തണം. മലർത്തി നിങ്ങൾ എന്നെ കിടത്തിയാൽ അറുക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ കഴുത്തിൽ കത്തിവെച്ചും എന്റെ കഴുത്ത് മുറിക്കുന്ന സമയത്ത് വേദന കൊണ്ട് ഞാൻ കയ്യും കാലും ഇട്ടടിക്കുമ്പോ നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായി അറുക്കാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഉപ്പ, എന്നെ നിങ്ങൾ കമഴ്ത്തി കിടത്തണം. വളരെ പെട്ടെന്ന് എന്റെ കഴുത്തറുത്ത് നിങ്ങൾ ഇവിടുന്ന്
പോകണം, പിതാവേ ഞാൻ കയ്യും കാലും ഇട്ടടിക്കുന്നുണ്ടാകും. ഉപ്പാപ്പോഴും അല്ലാഹുവിന്റെ ഇഷ്ടം നടപ്പിൽ വരുത്താൻ നിങ്ങൾക്കൊരു തടസ്സവുമാകരുതെന്ന് സ്വന്തം മകൻ പിതാവിനോട് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ അവിടെ കിടത്തി അല്ലാഹുവിന് വേണ്ടി സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കുകയാണ്. ഈ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മരിച്ചു ചെന്നു. അല്ലാഹു ചോദിച്ചു, കൈഫ വജത്തൽ മൗത യാ ഖലീലി, ഇബ്രാഹിം നബി എങ്ങനെ ഉണ്ടായിരുന്നു മരണമെന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹുവേ എനിക്ക് മരണം അനുഭവപ്പെട്ടത് നനഞ്ഞ പഞ്ഞിയുടെ ഉള്ളിലേക്ക് മുള്ളുള്ള ഒരു കമ്പങ്ങ് കയറ്റിയിട്ട് ആ കമ്പ് പുറത്തേക്ക് വലിക്കുമ്പോ എങ്ങനെയാണോ നനഞ്ഞ പഞ്ഞിയുടെ കൂട്ടത്തിൽ നിന്ന് മുള്ളുള്ള ഈ കമ്പിൽ എങ്ങനെയാണോ പഞ്ഞ് ഈ കമ്പിൽ പറ്റിപ്പിടിച്ച് പുറത്തേക്ക് വരുന്നത്, അതുപോലെയാണ് എന്റെ ശരീരത്തിൽ നിന്ന് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് വലിച്ചെടുത്തപ്പോ എന്റെ ഞരമ്പുകൾ കടന്ന് ഞെരിഞ്ഞമരുന്നുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്റെ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എങ്ങനെയായിരിക്കും സാധുക്കളായ നമ്മുടെ അവസ്ഥ? ഇത് മാത്രമേ ഞാൻ പറയുന്നു, ഞാൻ ദീർഘിപ്പിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ ഈ ഒരു വിഷയം ഒരാൾ ചിന്തിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഭൗതികമായ ജീവിതത്തിൽ അയാൾക്ക് എങ്ങനെ കടന്നുറങ്ങാൻ കഴിയും? സുഖമായ ഒരു രാത്രി എങ്ങനെ അയാൾക്ക് ഉറങ്ങാൻ കഴിയും? സുഖമായ എങ്ങനെ അദ്ദേഹത്തിന് തന്റെ ഭൗതികമായ സുഭാഡംബരങ്ങളിൽ മുഴുകാൻ കഴിയും? അതല്ലേ ഈ കാണുന്ന മഹാരഥന്മാരായ ആളുകളെ പോലെയുള്ള ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ വാർത്തുവിട്ടതെന്തായിരുന്നുവെന്നറിയുമോ? എന്റെ ഈ ജീവിതത്തിന്റെ അവസാന ഘട്ടം എപ്പോഴായിരിക്കുമെന്ന ചിന്തയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹുവിന്റെ താഅത്തിലായി ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നല്ലോ. റൂഹുല്ലാ എന്ന് പുകൾ കൊണ്ടവരാ മഹാനവറുകൾക്ക് അല്ലാഹു മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്തിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം കാണിച്ചൊരു മുഅ്ജിസത്തായിരുന്നു അത്, മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുക എന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ തുടങ്ങിയപ്പോ അന്നുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം ഇപ്പൊ അടുത്ത് മരിച്ചുപോയ ആളുകളെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. ഈസാ നബിക്ക് പണ്ട് കാലത്ത് മരിച്ചുപോയവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല. ഇതറിഞ്ഞപ്പോ ഈസാ നബി അലൈഹിസ്സലാം സമൂഹത്തോട് ചോദിച്ചു, സമൂഹമേ, ഈ കഴിവരിക്ക് നൽകിയത് അല്ലാഹുവാണ്. ആ റബ്ബിലേക്ക് നിങ്ങൾ കടന്നു വരണം. അതിനാ ഞാൻ ഈ മുഅ്ജിസത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ആരുടെ ഖബർ കാണിച്ചു തന്നാലും അയാളെ ഞാൻ ജീവിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് ആ സമൂഹം ഒരു ഖബറിന്റെ അടുത്തേക്ക് വന്നു. അവർ കാണിച്ചു കൊടുത്തു, ഈ ഖബറിലെ ആളെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചു തരണം. ആരുടെ ഖബറായിരുന്നു അതെന്നറിയോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജിസ്നെ ചലായ കഷ്തിയെ ഖുദായെ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനവറുകൾ നിർമ്മിച്ച കപ്പൽ ലോകമാസകലം വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയപ്പോ ആ വെള്ളപ്പൊക്കത്തിലൂടെ ബിസ്മില്ലാഹി മജ്റാഹാ വ മുർസാഹാ എന്ന റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കപ്പലോട്ടിയ മഹാനായ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ ഖബറായിരുന്നു അത്. ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഖബറിനെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഖും ബിഇദ്നില്ലാ, എഴുന്നേറ്റ് വരൂ റബ്ബിന്റെ സമ്മതപ്രകാരം. അത്ഭുതമെന്ന് പറയട്ടെ, ഖബർ അങ്ങ് പിളർന്നു. ഖബറിനുള്ളിലുള്ള ആളെ പുറത്തേക്ക് എഴുന്നേറ്റ് വന്ന ശരീരത്തിൽ നിന്ന് മണ്ണ് തട്ടിക്കുടഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വന്നപ്പോ സലാം ചൊല്ലി, സലാം മടക്കി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മന്നൻത, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, അന സാം ഇബ്നു നൂഹ്, ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, മാ ഹാദ ശൈബ്, ഈ എന്താ ഈ തലമുടിയൊക്കെ നരച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളുടെ കാലഘട്ടത്തിൽ നരയുണ്ടായിരുന്നില്ലല്ലോ. നര തുടങ്ങിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതലാണ്. ആ കാലഘട്ടത്തിൽ നരയുണ്ടായിരുന്നില്ല. മഹാനായ റൂഹ് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്താ നരച്ചിരിക്കുന്നത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കരുതിയത് ഖിയാമത്ത് നാളിന്റെ വിധി വിളിയാണെന്നാണ് ഞാൻ കരുതിയത്. പേടിച്ച് നരച്ചുപോയതാണെന്ന് സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം
മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മുന്തു കംസനാ മുത്ത, നിങ്ങൾ മരിച്ചിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചു. അപ്പൊ മഹാനവരകൾ പറഞ്ഞു, മുന്തു അർബഅതി ആലാഫി സന, ഞാൻ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചയാണ്. ഈസാ അലൈഹിസ്സലാം ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, കൈഫ കാനത്തിൽ മൗതു, മരണം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് ചോദിച്ചപ്പോൾ മഹാനവരകൾ പറഞ്ഞത് എന്താണെന്നറിയോ? വാദഹബതു മിറാറത്തുൽ മൗതി മിൻ ഹൽഖി, ഞാൻ മരിച്ചിട്ട് 4000 കൊല്ലമായി സനബി. ഇതുവരെ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ തൊണ്ടയിൽ നിന്ന് റൂഹ് പിടിച്ചു വലിച്ച സമയത്തുള്ള വേദനയുണ്ടല്ലോ, ആ വേദന 4000 കൊല്ലമായിട്ടും എന്റെ തൊണ്ടയിൽ നിന്ന് പോയിട്ടില്ലെന്ന് മഹാനായ സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറയുകയാണ്. എന്റെ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ആ ഘട്ടം എങ്ങനെയായിരിക്കും? മരിച്ചുപോയ ഒരാളും തിരിച്ചു വരാത്തത് കൊണ്ടല്ലേ? ആ ഘട്ടത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ പിതാക്കളുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന്, നമ്മുടെ കുടുംബക്കാരുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന്, നമ്മുടെ സുഹൃത്തുക്കളുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് മരിച്ചയാരും തിരിച്ചു വരാത്തത് കൊണ്ടല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മരണവേദന അല്ലാഹു ലഘൂകരിച്ചു തരുമാറാകട്ടെ. എന്തിനേറെ ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി അൻതല്ലദീ ലൗലാക മാ ഖുലിക ഇംറുൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക, അങ്ങില്ലെങ്കിൽ ലോകത്തിന് തന്നെ ജന്മമില്ലെന്ന പുകഴ് കൊണ്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബായ ഇഷ്ടഭാജനമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ്. റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ്. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു. വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് വിഷമിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തൊട്ടടുത്തുള്ള വെള്ളപ്പാത്രത്തിൽ കൈ നനച്ചുകൊണ്ട് മുഖം ഇങ്ങനെ തടവുകയാണ്. എന്റെ സഹോദര, വേദന സഹിക്കാൻ കഴിയാതെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് അസ്റായീലിനോട് പറഞ്ഞു, അസ്റായീൽ ഖഫിഫ് യാ അസ്റായീൽ, അസ്റായീലേ സഹിക്കാൻ കഴിയുന്നില്ല, വേദന ലഘൂകരിക്കണേ എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട സഹോദരങ്ങളെ. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, എന്നിട്ടെന്താ മരിക്കുന്ന ആളുകളൊന്നും നിലവിളിക്കുന്നതോ കരയുന്നതോ ഒന്നും നമ്മളാരും കാണുന്നില്ലല്ലോ, എന്താണ് അതിന്റെ കാരണമെന്നറിയോ എന്റെ സഹോദര? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് മരണമാസന്നമായാൽ ആദ്യമായി മലക്കുകൾ വന്ന് ചെയ്യുക എന്താണെന്നറിയോ? മരിക്കാൻ പോകുന്ന ആളെ മലക്കുകൾ പിടിച്ചു വെക്കുമത്രേ. റസൂലുള്ള പറയുകയാണ്, ഈ മലക്കുകൾ മനുഷ്യനെ പിടിച്ചു വെക്കുന്നില്ലായിരുന്നുവെങ്കിൽ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് മനുഷ്യൻ ഭൂതലമാകെ ഓടുമായിരുന്നു. മലക്കുകൾ വന്ന് ഇയാളെ പിടിച്ചു വെക്കും. പിടിച്ചു വെച്ചതിന് ശേഷമോ മലക്കുകൾ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇയാളുടെ റൂഹ് പിടിക്കുന്നത്. പിന്നീട് അതാ 1ാം സംഘം മലക്കുകൾ ആഴ്ന്നിറങ്ങുകയാണ്. കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് അങ്ങനെ പിടിച്ചു വലിക്കുന്ന മുട്ടുവരെ, മുട്ടിലേക്ക് റൂഹ് എത്തിയാൽ 1ാം സംഘം മലക്കുകൾ മാറി നിൽക്കുകയായി. 2ാം സംഘം മലക്കുകൾ വരും. 2ാം സംഘം മലക്കുകൾ വന്ന മുട്ട് മുതൽ റൂഹിനെ അവർ പിടിച്ചു വലിക്കുകയാണ്. മുട്ട് മുതൽ അവർ റൂഹ് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും അവരിങ്ങനെ പിടിച്ചു വലിക്കും. ഊര് വരെ റൂഹ് അവർ കൊണ്ടുവരും. ഊരയിൽ റൂഹ് എത്തിയാൽ 2ാം സംഘം മലക്കുകൾ മാറി നിൽക്കും. 3ാം സംഘം മലക്കുകൾ വരും. 3ാം സംഘം മലക്കുകൾ വന്നിട്ട് ഊരയിൽ നിന്ന് റൂഹ് പിടിച്ചു വലിക്കുകയാണ്. അവർ പിടിച്ചു വലിക്കുന്നു. നെഞ്ചുവരെ റൂഹിനെ കൊണ്ടുവരും. അപ്പോഴേക്ക് ശരീരത്തിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും, വേദനകൾ ഉണ്ടാകും, വല്ലാത്തൊരു വെപ്രാളമുണ്ടാകും. മഹാനായി നബിയുനാ റസൂലുള്ളാഹി